ഗോപികൃഷ്ണൻ തുടരുന്നു. ഗോപികൃഷ്ണൻ, ഇപ്പം നാളെ 4:30 ഏകദേശം നാളെ വൈകിട്ട് 4:30 ഈ പറയുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്കിംഗ് ചെയ്യാൻ ആണ് ക്രമീകരണം. അപ്പോൾ അതുവരെയുള്ള ഓരോ മൂവ്മെൻറ്റും സെക്കൻഡ് ബൈ സെക്കൻഡ് നിരീക്ഷണത്തിൽ തന്നെ ആവില്ലേ ഗോപി? ഹാഷ്മി, ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിന്റെ മുഴുവൻ കൺട്രോൾ ഇത് ഗ്രൗണ്ട് കൺട്രോളിൽ കൂടി ആണ് ഈ ദൗത്യം മുന്നോട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ സംഭവിക്കുന്നത് ക്രൂ ഡ്രാഗൺ എന്ന ഈ ബഹിരാകാശ പേടകം ഫാൽക്കൺ 9 ബ്ലോക്ക് സി എന്ന റോക്കറ്റിൽ നിന്ന് വേർപെട്ട് അത് സ്വന്തം നിലയ്ക്കുള്ള സഞ്ചാരപഥം കണ്ടെത്തിയിരിക്കുന്നു. അത് ലോ എർത്ത് ഓർബിറ്റ്, ഭൂമിയുടെ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ഭ്രമണപഥത്തിൽ പ്രവേശിച്ച് ഇപ്പോൾ മണിക്കൂറിൽ 27,000 കിലോമീറ്റർ എന്ന വേഗതയിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 90 സെക്കൻഡിൽ അത് ഭൂമിയെ വലം വെച്ച് തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഘട്ടമാണ്. ആ ഘട്ടം എന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ ചേസ് ചെയ്ത് കണ്ടെത്തുക. അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇതുപോലെ തന്നെ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിക്രമണം, അതായത് ഭൂമിയിൽ നിന്ന് 430 കിലോമീറ്റർ ഉയരത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പരിക്രമണം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദിവസവും 16 ഭ്രമണ പഥങ്ങൾ ഇത് പൂർത്തിയാക്കുന്നുണ്ട്. 16 സൂര്യാസ്തമയങ്ങളും സൂര്യോദയങ്ങളും ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കാണുന്നുണ്ട്. അങ്ങനെ ഈ ISS എന്ന് പറയുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഓരോ 90 മിനിറ്റിലും ഭൂമിയെ സെക്കൻഡിൽ 8 കിലോമീറ്റർ എന്ന വേഗതയിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി അലൈൻ ചെയ്യുക, ഇതിനോടൊപ്പം നിൽക്കുക എന്നതാണ് ഡോക്കിങ്ങിന് തൊട്ട് മുൻപായി ഇനി ഈ പറയുന്ന ഡ്രാഗൺ എന്ന ബഹിരാകാശ പേടകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. അതിലേക്ക് അടുക്കാൻ ഇനി ഏതാണ്ട് 24 മുതൽ 25 മണിക്കൂർ നേരത്തെ സമയം വേണം. അതിനുശേഷം അതിൻ്റെ GPS റഡാറുകൾ, GPS ഉപയോഗിക്കുന്നു, റഡാർ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്റേണൽ സെൻസേഴ്സ് ഉണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ പൊസിഷനിങ്, അത് കൃത്യമായി അതിൻ്റെ സ്ഥാനം നിർണ്ണയിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത ISS-നോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ഘട്ടത്തിലെത്തുക. അതായത് ISS-ൽ നിന്ന് ഏതാണ്ട് 20 മീറ്റർ അകലെ ഇത് എത്തുമ്പോൾ ഇതിൻ്റെ ലേസർ സെൻസേഴ്സ് പ്രവർത്തിച്ചു തുടങ്ങും, ഇതിൻ്റെ ക്യാമറ കണ്ണുകൾ പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ ഹാർമണി മോഡ്യൂളിലേക്ക്, അതായത് ഇതിൻ്റെ ഡോക്കിംഗ് പോർട്ട് എന്ന് പറയുന്നത് ഈ ഹാർമണി മൊഡ്യൂളാണ്, അവിടേക്ക് ഇത് എത്തിച്ചേരുന്നു. അങ്ങനെ അവിടെ ഒരു കണക്ഷൻ, അത് 2 തരത്തിലാണ്. ഒരു മാഗ്നറ്റിക് സോഫ്റ്റ് ക്യാപ്ചർ, അതിനോട് തൊട്ട് പിന്നാൽ ഒരു മെക്കാനിക്കൽ ഹാർഡ് ക്യാപ്ചർ എന്ന് ആ കണക്ഷൻ, ആ ഡോക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഈ 4 ബഹിരാകാശ യാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇറങ്ങും. അത് സംഭവിക്കുക നാളെ വൈകുന്നേരം ഇന്ത്യൻ സമയം 4:30 കൂടിയാണ്. ഇതുവരെ നമ്മുടെ മുന്നിൽ ഏറ്റവും സന്തോഷകരവും ആശ്വാസകരവുമായ വിവരം നമുക്ക് പങ്കുവെക്കാൻ കഴിയുക, ഇതുവരെയുള്ള മുഴുവൻ ദൗത്യത്തിൻ്റെ മുഴുവൻ ഘട്ടങ്ങളും കൃത്യമായി നിർണയിച്ചതുപോലെ നിശ്ചയിച്ചതുപോലെ തന്നെ അത് നടന്നിട്ടുണ്ട് എന്നതാണ്. ഈ 20 മീറ്റർ അകലത്തിൽ ഡോക്കിങ്ങിന് തൊട്ട് മുൻപേ ഈ കാര്യങ്ങളെല്ലാം ഓതറൈസ് ചെയ്യുന്നത് ഗ്രൗണ്ട് ലെവൽ സ്റ്റേഷനിൽ നിന്നാണ്. അത് കൃത്യമായ സന്ദേശങ്ങൾ നൽകുകയും റഡാർ സംവിധാനത്തിലൂടെയും GPS-ലൂടെയും കൃത്യമായ പൊസിഷനിങ് ചെയ്ത ശേഷമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഇത് ബന്ധിപ്പിക്കപ്പെടുക. അതിനുശേഷം ഈ 4 ബഹിരാകാശ യാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇറങ്ങും. നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 31 രാജ്യങ്ങളിൽ നിന്നായി 60 ശാസ്ത്ര പരീക്ഷണങ്ങൾ ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമാണ്. Started by Vikram Sarabhai and Satish Dhawan, and it was destined to happen under the leadership of Prime Minister Modi. And I am saying so not simply for saying, but out of evidence, because the space reforms which happened a couple of years ago have actually given a quantum leap to India's endeavours. Just to give it a thought, India's space agency ISRO was established in the year 1969 when NASA landed first human being on the surface of moon called Neil Armstrong. But today we landed on the southern pole of moon through Chandrayaan before anybody else, and today we are collaborating with NASA in an equal measure, in an equal platform. So India is no longer a follower, it is actually an equal partner. And let me also put it on record that Shubhanshu Shukla, the Indian member of the crew, is going to be the most crucial component of this entire mission, which is going to last about 2 weeks or so. It might be plus minus, because he's the pilot and he's going to perform 7 exclusive experiments which have been designed by India, which have been, the kits have been provided by India. I'm glad to say 2 or 3 of those kits by the Department of Biotechnology. We have entered into a formal MOU with ISRO, between the ISRO and the DBT. Then there are kits provided by some of the IITs, kits provided by the Indian Institute of Sciences, which in other words means that
the Indian partner in this entire mission is going to perform experiments related to microgravity, which are going to be of utility to even those agencies which started their space journey much earlier than us, including NASA. So this is a moment where India has come of age. India is today a frontline nation, and it is, I would say, heralds the ascent of India to that pedestal of Viksit Bharat. So the ascent of India to the pedestal of rank 1 Viksit Bharat has started via space. So how do you expect Gaganyaan 1 that is slated to launch in 2027, the fact that Indian astronaut Mr. Shukla is there? Actually the 4 astronauts had already been undergoing training for Gaganyaan. One of them was Shubhanshu Shukla, the other one was Group Captain Nair, Group Captain Angad, Group Captain Krishna, and then suddenly this happened actually, and I'm glad to say that the suggestion and the offer to have an Indian astronaut on board came from their side when Prime Minister Modi was on a visit to DC, Washington DC, and was having parlays with the then President Biden, so which means that is also a recognition of the Indian talent, Indian acumen. And in other words, we can say that we never lagged in acumen, we never lagged in potential, we never